സഹപാഠികൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതിന് അവൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം. രഞ്ജിതയുടെ ആഗ്രഹപ്രകാരമാണ് അവൾ കഴിഞ്ഞ മാർച്ചിൽ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടിയത്. അന്ന് 42 പേരെ പെട്ടെന്ന് വിളിച്ചു ചേർത്തു. പങ്കെടുക്കാതിരുന്നവരെ രഞ്ജിത തന്നെ വൈകിട്ട് ഫോണിൽ വിളിച്ച് വഴക്കു പറഞ്ഞു. അടുത്ത തവണ ഞാൻ നാട്ടിൽ വരുമ്പോൾ എല്ലാവരുമായി ഒരിക്കൽ കൂടി ഒത്തുചേരണമെന്നും വിദേശത്ത് നിന്ന് വിളിക്കുമ്പോഴെല്ലാം പറയുമായിരുന്നു. സ്കൂൾ കാലം മുതൽ ഒരുമിച്ച് പഠിച്ച സഹപാഠികൾ അഹമ്മദാബാദിൽ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട രഞ്ജിത ജി നായരെ ഓർത്തെടുക്കുകയാണ്. അവൾക്കായിരുന്നു ഞങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടാൻ ആഗ്രഹം. ഇന്ന് ഞങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് അതേ സ്കൂൾ മുറ്റത്തെത്തി. അവളെ കാണാൻ. എന്നാൽ അവൾ മാത്രമില്ല. സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഓരോരുത്തരും പറയുന്നു. പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലെ സഹപാഠികൾ ഒരുമിച്ച് കൂടാൻ കാരണക്കാരി രഞ്ജിതയായിരുന്നു. വിദേശത്ത് ജോലിക്കായി പോയിട്ടും ഞങ്ങൾ ആരെയും അവൾ മറന്നില്ല. മിക്കവരെയും ഫോണിൽ വിളിക്കും. വിദേശത്തെ കാലാവസ്ഥ ബുദ്ധിമുട്ടായതിനാൽ നാട്ടിലേക്ക് വരാൻ ഇരുന്നതാണ്. അടുത്ത ജൂലൈയിൽ നാട്ടിലെത്തുന്നതിനും സർക്കാർ ജോലിയിൽ കയറുന്നതിനുമുള്ള തീരുമാനത്തിലും ആയിരുന്നുവെന്ന് പറഞ്ഞിരുന്നു. അതിനിടയിൽ സൗഹൃദം അവൾ കാത്തുസൂക്ഷിച്ചു. ഞങ്ങൾ ഓടിക്കളിച്ചു വളർന്ന സ്കൂൾ മുറ്റത്തേക്ക് അവളുടെ ചേതനയറ്റ ശരീരം എത്തിച്ചപ്പോൾ ഒരു നോക്ക് കാണാൻ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും എത്തിയിരുന്നു. അവളുടെ വീടിന്റെ ഗൃഹപ്രവേശനത്തിനായി ഒത്തുകൂടാമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ കൂട്ടായ്മയിൽ പിരിഞ്ഞത്. മക്കൾക്കും അമ്മയ്ക്കും ഒപ്പം നാട്ടിൽ നിൽക്കുന്നതിന് ഏറെ ആഗ്രഹമായിരുന്നു രഞ്ജിതയ്ക്ക്. വിമാനാപകടം സംഭവിക്കുന്നതിന് 2 ദിവസം സ്കൂളിന്റെ മുൻപിൽ വച്ചു തന്നെ കണ്ടിരുന്നതായി സഹപാഠിയായ വിമൽ പറഞ്ഞു. കേറ്ററിംഗ് സർവീസ് നടത്തുന്ന തന്നോട് വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ ഭക്ഷണം തയ്യാറാക്കണമെന്നും പറഞ്ഞാണ് പോയത്. റീയൂണിയനിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്നെടുത്ത സെൽഫി ഫോട്ടോ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അതേസമയം അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ രഞ്ജിതയുണ്ടായിരുന്നുവെന്ന വാർത്തയിൽ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാനാവുമായിരുന്നില്ല. സഹപാഠിയായ വിമൽ പറഞ്ഞു. പ്രായമായ അമ്മയുടെയും 2 മക്കളുടെയും കാര്യമാണ് ഏറെ വിഷമകരം. അവരുടെ ഏക ആശ്രയമായിരുന്നു രഞ്ജിത. അതേസമയം അഹമ്മദാബാദിൽ എയർ ഇന്ത്യ ബോയിംഗ് ഡ്രീംലൈനർ വിമാനാപകടത്തിൽ 275 പേർ കൊല്ലപ്പെട്ടതായി ഗുജറാത്ത് ആരോഗ്യ വകുപ്പിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം. ഇതിൽ 241 പേർ വിമാനത്തിനകത്തും 34 പേർ വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടത്തിലും പരിസരത്തും ഉണ്ടായിരുന്നവരുമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ജൂൺ 12-ന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനം തകർന്നതിനു ശേഷം ആകെ മരണസംഖ്യയെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിരുന്നില്ല. DNA പരിശോധന പൂർത്തിയാക്കുന്ന മുറയ്ക്ക് യഥാർത്ഥ കണക്ക് ലഭിക്കൂ എന്നായിരുന്നു അധികൃതർ പറഞ്ഞിരുന്നത്. അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. 260 പേരുടെ മൃതദേഹങ്ങൾ DNA പരിശോധനയിലൂടെയും 6 പേരെ മുഖം കണ്ടുമാണ് തിരിച്ചറിഞ്ഞത്. കൊല്ലപ്പെട്ടവരിൽ 120 പുരുഷന്മാരും 124 സ്ത്രീകളും 16 കുട്ടികളും ഉൾപ്പെടുന്നു. ഇതുവരെ 256 മൃതദേഹങ്ങൾ കുടുംബങ്ങൾക്ക് കൈമാറി. ശേഷിക്കുന്ന മൃതദേഹങ്ങളുടെ DNA തിരിച്ചറിയാൻ ഇപ്പോഴും പുരോഗമിക്കുകയാണ്.